എത്ര കഴിച്ചാലും മതിയാവാത്ത നല്ലൊരു അടിപൊളി ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ്. ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പോളം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം വരാനായിട്ട് പാടില്ല. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് വരുമ്പോഴത്തന്നെ ഏകദേശം 1/2 കപ്പോളം വരുന്നുണ്ട്. 1 കപ്പ് ചിക്കന് 1/2 കപ്പിനടുത്തായിട്ട് സവാള ചേർക്കുക. ഇനി ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുള്ളൂ. വേറെ മുളക് ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതലായ കാരണം ഒരെണ്ണം ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നത്, ഒരല്പം. ഇനി ഇതാ ഒരല്പം മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില ഇതിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റാണ്. തീരെ മല്ലിയില ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം കറിവേപ്പില ചേർക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2-3/4 സ്പൂണോളം ചേർക്കുക. ഇനി ഇതിലോട്ട് ഒരേ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. 1 കപ്പ് ചിക്കന് 1 മുട്ട കറക്റ്റ് അളവായിരിക്കും. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അരച്ചതിന് ശേഷം വേണം ബാക്കി പൊടികൾ ചേർക്കാനായിട്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് അരച്ചെടുക്കുക. ദാ ഈ ഒരു അളവിൽ അരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അരഞ്ഞ് തന്നെ കിട്ടും. മിക്സിയുടെ വലിയ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ഫ്രീ ആയിട്ട് അത് ചുറ്റി എല്ലാം നല്ലവണ്ണം യോജിച്ച് കിട്ടും. ഒട്ടും വെള്ളമയം ഇല്ലാത്ത കാരണം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ബാക്കി പൊടികളൂടെ ചേർക്കാം. ഇനി ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി മുളക് ചതച്ചത് കുറച്ച് ചേർക്കുക. ഇനി ഗരം മസാലയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം ചേർത്ത് പൊടിച്ചത്. ഇല്ലെങ്കിൽ പെരിഞ്ജീരകം മാത്രമായിട്ട് പൊടിച്ചതുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. ഇനി ഗരം മസാല ചേർക്കാതെ വേണേലും ഇത് ചെയ്യാനായിട്ട് പറ്റുമേ, അതും ഒരു ടേസ്റ്റാണ്. എല്ലാം കൂടി ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഗരം മസാല വേണമെങ്കിൽ ആ ചിക്കൻ അരയ്ക്കുന്ന സമയത്തായാലും ചേർത്ത് അരച്ചാലും മതി. ചില്ലി ഫ്ലേക്സ് അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും പച്ചമുളകും ചേർക്കത്തില്ലേ, അതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രെഡ് ടോസ്റ്റിന് ഇടയ്ക്ക് ഇങ്ങനെ റെഡായിട്ട് കാണുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഭംഗി കൂടിയാണ്. ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ വെള്ളമയം ഒട്ടും ഇല്ലാതെ എടുക്കുന്ന കാരണമാണ് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നല്ലവണ്ണം തേച്ചെടുക്കണം. അളവൊന്നും പ്രത്യേകിച്ചില്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കനം കൂട്ടിയോ കനം കുറച്ചോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ചിക്കൻ അരച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല സ്മൂത്തായിട്ട് ഒരു സ്പാറ്റുലയോ ഇല്ലെങ്കിൽ കത്തിയോ ഇല്ലെങ്കിൽ ചട്ടുക ഉണ്ടല്ലോ അതായാലും വെച്ച് ഇങ്ങനെ നല്ലവണ്ണം ഒരേ ലെവലിൽ തേച്ച് പിടിപ്പിക്കുക. നല്ല സ്മൂത്തായിട്ട് വരും. നമ്മൾ ഇങ്ങോട്ടാണോ പിടിക്കുന്നത് അങ്ങോട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ സൈഡൊക്കെ നല്ലവണ്ണം ഒന്ന് തേച്ചൊന്ന് ബോർഡറൊക്കെ കറക്റ്റാക്കി കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ലൊരു ഭംഗി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരേ ലെവലിൽ തേച്ച് പിടിപ്പിക്കുക. ഇതൊട്ടും ഒട്ടത്തില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ തേച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. നല്ല സ്മൂത്ത് പേസ്റ്റാണ്. ഞാൻ ഈ ഒരു കനത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കനം കുറച്ചോ കൂട്ടിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ചിക്കനൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല കനത്തിലുണ്ടാക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അരച്ചതായത് കാരണം. ഈ ഒരു കനത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 7 ബ്രെഡിൽ ചെയ്യാം. ഇനി ഇത് രണ്ടാമത് ഒരു ബ്രെഡിലൂടെ ചെയ്യുന്നത് ഒന്ന് പെട്ടെന്ന് കാണിക്കാം.
ഇതെല്ലാം തേച്ചതിന് ശേഷം ടോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ള എള്ള വിതറിയിടുന്നുണ്ട്. എള്ള് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വലുതായിട്ട് വരാൻ പോകുന്നില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എള്ളൊക്കെ ആഹാരത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി ഇതുപോലൊക്കെയുള്ള ട്രിക്കുകൾ ഉപയോഗിക്കുക. എള്ള് വിതറിയതിന് ശേഷം സ്പാറ്റില വെച്ച് ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അല്പം ബട്ടർ ചേർക്കാം. ബട്ടറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. സൺഫ്ലവർ ഓയിലായാലും ഒഴിച്ചാൽ മതി. നല്ല നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ. ആദ്യമേ എണ്ണയിലോട്ട് ഇടുന്ന ഭാഗം നമ്മുടെ ചിക്കൻ പേസ്റ്റ് തേച്ച ഭാഗമായിരിക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും, എന്നിരുന്നാലും കരിയാതെ എടുക്കണം, നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടണം. മറു സൈഡ്, അതായത് ബ്രെഡിൻ്റെ മറു സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രൗൺ ആക്കി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിക്കൻ സൈഡ് മാത്രമായിട്ട് മുറിച്ചെടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നിങ്ങൾക്ക് എത്രയും ആവശ്യമുണ്ടോ അത്രയും മുറിച്ചെടുക്കുക. പിന്നെ ബട്ടറിലോ നെയ്യിലോ ഒക്കെ ടോസ്റ്റ് ചെയ്തെടുക്കാമെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്രെഡ് ഞാൻ ഒന്ന് ടോസ്റ്റ് ചെയ്യുന്നു. അതൊന്ന് പെട്ടെന്ന് കാണിക്കുകയാണ്. കുറച്ചുകൂടെ കനം കുറച്ചാണ് ചിക്കൻ തേച്ച് പിടിപ്പിക്കുന്നെങ്കിൽ ഒരു 8 ബ്രെഡ് വരെ ഈ ഒരളവിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ 2 ഉണ്ടാക്കിയതിന് ശേഷം ഇടയിൽ കുറച്ചുകൂടെ വെജിറ്റബിൾ, കുക്കുംബറും തക്കാളിയും സവാളയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ചീസും ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് തന്നെയായിട്ട് കഴിക്കാനായിട്ട് സോസിൻ്റെയും മയോണൈസിൻ്റെയും ഒന്നും ആവശ്യമില്ല കേട്ടോ. 2 ബ്രെഡ് കഴിച്ചാൽ മതി, വയറ് നല്ല ഫുള്ളായിടും. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സ് കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഞാൻ എല്ലാ അളവും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.